ഹായ്, ഗോസിപ്പ് ഗോസിപ്പിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാ മനസ്സിലായില്ല? അല്ല, എന്താ കാര്യം? ലക്ഷ്മി, മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലാകാതെയോ? നമ്മുടെ തമിഴിലൊക്കെ അഭിനയിക്കും അല്ലല്ലേ? ഇത് നമ്മുടെ പുതിയ കുട്ടിയാണ് ലക്ഷ്മി. മതി, ഞാൻ ലക്ഷ്മി. ഇനിയിപ്പോ സെബാന്റെ കൂടെ ഞാനും കാണും. ഇവന്റെ അത്ര വാചകോടിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് സ്വല്പം കാണും. പക്ഷെ എന്തായാലും ഞാൻ ഒരു കാര്യത്തെ ഉറപ്പ് പറയും, ഇവന്റെ അത്ര ഞാൻ ബോറടിപ്പിക്കത്തില്ല. അപ്പൊ ഇന്നോട്ട് ഞാനും കാണും. ഓക്കെ, അപ്പൊ ഇനി തൊട്ട് എന്റെ കൂട്ടത്തില് നമ്മുടെ ലക്ഷ്മിക്കുട്ടി ഉണ്ടാവും. നമുക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് പോയാലോ? കുറേ പ്രദൂഷണങ്ങളായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഗോസിപ്പ്. അപ്പൊ ഇന്ന് നമുക്ക് തുടങ്ങിയാലോ? ഇന്നത്തെ ആദ്യത്തെ ഗോസിപ്പ് എന്താണെന്നറിയോ? നമ്മുടെ നയൻതാര അറിയാലോ, നമ്മുടെ പ്രകാശ് രാജൻ ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. ഗോസിപ്പ് എന്ന് പറയുമ്പോ തന്നെ നയൻതാരയല്ലേ ആദ്യം വരുന്നത്? സത്യമായിട്ട്. കാരണം എന്താ അറിയോ, എപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കാരണം വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ? ഇപ്പം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻതാരയ്ക്കും നമ്മുടെ പ്രകാശ് രാജിനും നമ്മുടെ ഡയറക്ടേഴ്സിന്റെ അസോസിയേഷൻ അവര് 1 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തി. തെലുഗു ഫിലിം ഇൻഡസ്ട്രി ഇഷ്യൂ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നയൻതാര ഒരു പണി കാണിച്ചു. നമ്മുടെ പുതിയ പടമില്ലേ നയൻതാര അനാമിക, നമ്മുടെ വിദ്യാബാലൻ വിളിച്ച് അതിന്റെ റീമേക്കില് പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മുടെ നയൻസിനെ വിളിച്ചപ്പോ നയൻസ് പറഞ്ഞു ഞാൻ വരില്ല. അഹങ്കാരി. അപ്പൊ ഇതുകൊണ്ട് എന്ത് പറ്റിയത്? അവരങ്ങോട്ട് വിലക്കി വരണ്ട, ഇനി 1 വർഷത്തേക്ക് വീട്ടിലിരുന്നു തെലുങ്ക് പടം ചെയ്യണ്ട. പ്രകാശ് രാജിന്റെ കാര്യം ഞാൻ അറിഞ്ഞു. അത് ഒരു സെറ്റില് മറ്റേ മഹേഷ് ബാബുയുടെ ഒരു പടം ഉണ്ടായിരുന്നു, എന്തായിരുന്നു, ആഗഡു. അതെ. അതില് വന്ന് അതിന്റെ ഡയറക്ടറുമായിട്ട് എന്തോ സം ബാഡ് വേർഡ്സ്. നമ്മുടെ എന്താണ് ശ്രീനു വൈറ്റ്ല. ഓക്കെ, പുള്ളിനെ വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിച്ചു എന്നാണ് കേട്ടത്. പക്ഷെ വേറെ കാര്യമുണ്ട്, തെലുങ്ക് ഇൻഡസ്ട്രിയിൽ മുഴുവൻ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഇവര് രണ്ടുപേരും ഇൻഡസ്ട്രിയിൽ ഏറ്റവും അറിയപ്പെടുന്ന മാത്രമല്ല, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് രണ്ടുപേരും. അപ്പൊ ഇവരെ വിലക്കി കഴിയുമ്പോൾ ഒരുപാട് ഒരു ഗ്യാപ്പ് അവിടെ വരും. അവരുടെ ഒരു ഗ്യാപ്പ് ഇപ്പം പ്രകാശ് ഉണ്ട്. ഉടനെ തിരിച്ചു വരൂലേ? അത് നമുക്കറിയാലോ. ഇവര് തമ്മിൽ അടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, കുറേ കഴിയുമ്പോൾ കൂടിച്ചേരും. എന്തായാലും ഇവരൊക്കെ തിരിച്ചു വരണം എന്നാണ് നമ്മുടെ ആശയം. ഇവരൊക്കെ തിരിച്ചു വരും അല്ലേ? അപ്പൊ ഈ എന്താണ് നയൻസിനെ കണ്ടില്ല നമുക്ക് പോലും ഓർക്കാൻ പറ്റില്ല. അതാണ്. അപ്പൊ നമുക്ക് നയൻസിന് നല്ലൊരു പാട്ടുണ്ട്, തിരിച്ചു വന്നാലും ഒരു അടിപൊളി സോങ്. നമുക്ക് നയൻസിന് ഒരു അടിപൊളി സോങ് ഉണ്ട്. പെട്ടെന്ന് തിരിച്ചു. ഗർഭം ധരിക്കുന്നത് ഒരു തെറ്റായ വിഷയമാണ് അല്ലല്ലോ. പക്ഷേ നമ്മുടെ ബോളിവുഡിൽ പറയുന്നത് എന്താണെന്നറിയോ, ആരെങ്കിലും ഗർഭിണിയാണോ എന്ന് എല്ലാവരും അന്വേഷിച്ചു കൊടുക്കുകയാണ്. അതെന്താണെന്നറിയോ, നമ്മുടെ നടിമാരല്ലേ ഐശ്വര്യ റായ്, വിദ്യാബാലൻ, ജനീലിയ, പിന്നെ സണ്ണി ലിയോൺ അല്ലേ, ഇവരൊക്കെ ഗർഭിണികളാണോ എന്ന് നമ്മുടെ എന്താണ് പ്രേക്ഷകരുണ്ടല്ലോ, ഈ പപ്രാസികൾ ഇങ്ങനെ ചകയുന്ന ആൾക്കാർ ആ ചകഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യ റായ് രണ്ടാമതും ഗർഭിണിയാണോ സംശയമുള്ളൂ. നീ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആണെന്ന് അതിനിടയ്ക്ക് എന്ത് പറ്റി, നമ്മുടെ സണ്ണി ലിയോണ് ഇപ്പം പുതിയൊരു പടം കഴിഞ്ഞല്ലോ, അതിന്റെ ഭയങ്കര വിജയത്തിനിടയ്ക്ക് ഏപ്രിൽ 1-ാം തീയതി ഇതേ നെറ്റിനകത്ത് ആൾക്കാർ പത്രത്തിലൊക്കെ ഇത് വന്നു, സണ്ണി ലിയോൺ ഗർഭിണിയാണ്. ഏപ്രിൽ 1-നോ? ഫൂളായിരിക്കല്ലേ? പക്ഷേ അങ്ങനെയല്ലേ? പക്ഷെ നമ്മുടെ സണ്ണി ലിയോൺ എന്താ പറഞ്ഞെന്നറിയോ, എന്റെ ഗർഭം ഇങ്ങനെയല്ല അങ്ങനെ പറഞ്ഞു. സത്യമായിട്ടു എന്റെ ഗർഭം ഇത് പണ്ട് ഒരു ഡയലോഗ് നമ്മുടെ ജഗതി ഓർക്കുന്നുണ്ടോ? അല്ല, നമ്മുടെ വെള്ളത്തിനകത്ത് കിടന്നിട്ട് എന്റെ ഗർഭം ഇങ്ങനെയല്ല കേറി പറയാണ്ട് അങ്ങനെ പറഞ്ഞൊരു സംഭവമില്ല. അപ്പൊ ഇതൊന്നും അതൊന്നുമല്ല. എന്തായാലും പുള്ളിക്കാരത്തി നമ്മുടെ ഗർഭത്തെ കുറിച്ച് നിഷേധിച്ചിട്ടുണ്ട്. ദെൻ അതിനെ പുറകെ ഇതേ വന്നിരിക്കുന്നു നമ്മുടെ വിദ്യാബാലൻ എന്ത് പറ്റി? വിദ്യാബാലനോട് എന്താണ് കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, എന്താ വിശേഷമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ച വിദ്യാബാലൻ പറയാണ്, അമ്മയാവാൻ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരുക്കം പൂർത്തിയായത് എനിക്ക് അമ്മയാകാൻ വേണ്ടി പറ്റും. ജനീലിയുടെ കാര്യം എന്താണെന്നറിയാമോ? ഒന്നുമില്ല,
ആള് വന്ന് യൂഷ്വലി ഗ്ലാമറസ് മറ്റേ ഷോർട്സ് ഒക്കെ ഇട്ട് ക്യൂട്ടായിട്ടാണ് വരുന്നത് ഈ മറ്റേ സെലിബ്രിറ്റി ഫംഗ്ഷൻസിനൊക്കെ. പക്ഷെ ഒരു പ്രാവശ്യം ആള് സാരി എടുത്തോണ്ട് വന്നപ്പോ എല്ലാരും വിചാരിക്കും ഇപ്പോൾ എന്തിനാ സാരി എടുത്തത്, മിക്കവാറും ഗർഭിണിയായിരിക്കും. ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ. സാരി എടുത്ത അവരെ കേരളത്തിലോട്ട് കൊണ്ടുപോകും. കേരളത്തിലെ പെൺപിള്ളേർ എല്ലാരും ഗർഭിണികളാവും. അപ്പൊ അതല്ല, എന്തായാലും എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ ചെയ്യാൻ വേണ്ടിട്ട്. ഇച്ചിരി വണ്ണം വെച്ച് കാണുന്നേ, അത് കാരണമായിരിക്കും പറയുന്നത്. സത്യമായിട്ടും നമ്മുടെ കരീന കപൂർ കല്യാണം കഴിഞ്ഞു, സൈഫ് അലി ഖാൻ അറിയാലോ. പുള്ളീനോട് ചോദിച്ചു എന്തേ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചും പറയാണ് എനിക്ക് ഇപ്പൊ അമ്മയാണോ അതറിയില്ല. കാരണം ഈ ആൾക്കാർ നമ്മുടെ പുറകെ കിടന്ന് അമ്മയായോ ഗർഭിണിയായോ എന്ന് ചോദിച്ചോണ്ട് മോശമല്ലേ. അപ്പൊ ഇതിലൊന്നും ഇവർക്ക് ഈ ആൾക്കാർക്ക് പിടുത്തം കിട്ടാത്തതുകൊണ്ട് ഇപ്പം ഐശ്വര്യന്റെ പുറകെയാണ്. ഐശ്വര്യ ഗർഭിണിയാന്ന് പറഞ്ഞ് ഭയങ്കര സംഭവങ്ങളൊക്കെ പുറത്തു വന്നു. ഓൾറെഡി 2 പിള്ളേരല്ലേ, കരീന കപൂറിന് എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? അപ്പൊ എന്തായാലും നമ്മള് എല്ലാരും അതൊക്കെ വിട്ടു ഇപ്പം ഐശ്വര്യന്റെ പുറകെയാണ്. ഐശ്വര്യ 2ാമതും ഗർഭിണിയാന്ന് പറയുന്നു. പക്ഷെ ഇതുവരെ നമ്മുടെ ബച്ചൻ കുടുംബം നിശ്ചയിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചിലപ്പം ചാൻസ് ഉണ്ട്, നമുക്കറിയില്ല കേട്ടോ. എനിവേ ഗർഭിണിയായാലും നല്ലത്. അഭിഷേക് ബച്ചന്റെ അടുത്തും പറയണം നോ ഫുള്ളാക്കി. എന്തായാലും ഗർഭിണിയായാലും നല്ലത് അല്ലേ, നല്ല രസമായിരിക്കും. കൊച്ചുകുട്ടികളൊക്കെ ഭംഗിയായിരിക്കും. എന്തായാലും ഈ കോഴ്സ് വൈൻഡപ്പ് ചെയ്താലോ നമുക്ക് അല്ലേ? ഗർഭിണികൾ ബോറൊന്നല്ല, അങ്ങനല്ല പറഞ്ഞ. നമുക്ക് ഈ ഗോസിപ്പ് കൂടെ വൈൻഡപ്പ് ചെയ്യാം. ഗോസിപ്പ് ഓക്കെ. അപ്പൊ നമ്മുടെ 3rd ഗോസിപ്പിലേക്ക് കടക്കാല്ലേ? ആലിയ ഭട്ടിനെ അറിയാവോ? ആലിയ ഭട്ട് മറ്റേ സ്റ്റുഡന്റ് ഓഫ് ദി ഇയറില് അഭിനയിച്ച കുട്ടി. അപ്പൊ അവളുടെ ലേറ്റസ്റ്റ് മൂവിയാണ് 2 സ്റ്റേറ്റ്സ്. അർജുൻ കപൂർ കണ്ടായിരുന്നോ? അപ്പൊ ഫുൾ PVR-ലൊക്കെ ഉണ്ട്. അതെ അതെ, ഹൗസ്ഫുൾ ആണ്. എനിക്ക് അഭിനയമാണോ ജീവിതമാണോ എന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ കണ്ടിട്ട്. ഇങ്ങനെ കിളികളൊക്കെ ഇങ്ങനെ ഇടങ്ങനെ അതല്ലേ സംഭവമല്ലേ, ഇങ്ങനെ ചുണ്ടുകൾ ഇങ്ങനെ ചേർന്ന് കിളികൾ ഇങ്ങനെ അതല്ലേ മലയാള സിനിമയ്ക്ക് അതൊക്കെ ഇങ്ങനെ അത് തന്നെ. എന്താ പറ്റി സത്യത്തില് അതില് കണ്ടപ്പോ എനിക്ക് തോന്നി അവർ ആക്ച്വലി ലവിലാണോ അതോ ചുമ്മാ അഭിനയാണോ? മാത്രമല്ല ഏതോ ഒരു പ്രൊമോഷനിൽ അവര് അതിന് വേണ്ടി മാത്രം ഈ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി നമ്മള് ഇവർ 2 പേരും ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് 2 പേരും ലിപ് ലോക്ക് ചെയ്തു വളരെ പരസ്യമായിട്ട്. പക്ഷെ നമ്മുടെ നായികക്ക് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നായകൻ നാണം കൊണ്ട് ഇങ്ങനെ എന്താ പറയാ കവളൊക്കെ ഇങ്ങനെ ചുമന്ന് തൊടുത്തു. അപ്പം ആൾക്കാർക്ക് ഇത് വാർത്തയായി. ദെൻ ഇതിനു മുമ്പ് ഇവരൊരു ഇങ്ങനെ പ്രൊമോഷൻ ഒരു പരിപാടിക്ക് വേണ്ടിട്ട് ഇവര് കോളേജില് സ്റ്റുഡൻസിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ച് അവര് നിന്നാണ്. അപ്പൊ അവരിങ്ങനെ ചോദിച്ചു ഇതിനെ പറ്റിയൊക്കെ. അപ്പം അവര് പറഞ്ഞു അത് അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പം ഞങ്ങൾ സ്ക്രീനിൽ വേണേ പോയി കണ്ടാൽ മതി, ഇവിടെ വെച്ച് ഫ്രീ ആയിട്ട് നിങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞു പറ്റിച്ചു. വളരെ പ്രതീക്ഷയോടിരുന്നായിരുന്നു ഇവരെണ്ണം ഡയറക്റ്റ് കാണാമല്ലോ. എന്തായാലും ഇപ്പൊ അവര് ലവ് ബേർഡ്സ് എപ്പോഴാണോ ആംഗ്രി ബേർഡ്സ് ആവുന്ന ദൈവത്തിന് പോലും അറിയത്തില്ല. പക്ഷെ അങ്ങനെ ആവരുത്, കാരണം പ്രണയം എപ്പോഴും നന്നായിട്ടിരിക്കട്ടെ, എല്ലാ പ്രണയങ്ങളും വിജയിക്കട്ടെ. നല്ല സിനിമയിൽ അതൊക്കെ കാണാൻ പറ്റും. സിനിമയിലും ജീവിതത്തിലൊക്കെ പ്രണയങ്ങൾ വിജയിക്കട്ടെ അല്ലേ, നല്ല നല്ല. എന്തായാലും അപ്പൊ നമുക്ക് നല്ലൊരു അടിപൊളി പാട്ട് കേട്ടാലോ? കണ്ടിട്ട് അതെ കണ്ടിട്ട് പെട്ടെന്ന്